നല്ല ആയല്ലോ എൻ്റെ പൊന്നോ. വലുതാണോ ഹെവിയാണോ? അടിച്ചടിച്ചടിച്ചടിച്ച് ഇവിടെ നല്ല ടോപ്പ് വ്യൂ പൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് മീൻ. അയ്യോ ഒരു കാട്ടിൽ പോയി നമ്മൾ കയറും ഗൈസ്. എടാ വീട്ടിലിഷ്ടം പോലെ മാങ്ങ ഉണ്ടായിട്ട് കണ്ടവൻ്റെ മാങ്ങ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖം. ഇത് കണ്ടോ നമ്മൾ ഫസ്റ്റ് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മളാണെങ്കിൽ സ്ട്രോൾ ഇടാൻ വേണ്ടി പോകണം. ആ ഉണ്ടോ 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 കളഞ്ഞു നൂറ പൊങ്ങുന്നില്ലോ. ഉയ്യോ ഉയ്യോ കരിയോ ലിപ്പിട്ടോ. ഭയങ്കര കായൽ പോലെ കിടക്കുന്ന സ്ഥലം കണ്ടോ. ഇത് നമ്മുടെ മൂവാറ്റുപുഴ ആറ് കേട്ടോ. നല്ലൊരു അടിപൊളി വീതിയുള്ള സ്ഥലമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇത് അവിടെ ഭയങ്കര കയവും. നമ്മളിപ്പോൾ നിൽക്കുന്നുണ്ട് ഒരു മണൽത്തട്ടിലാട്ടോ. ഭയങ്കരമായിട്ട് മണലാണ്. നല്ല രസമാണ് കേട്ടോ. രാവിലെ നമ്മൾ വന്നിട്ട് മണലെ ഇറങ്ങി നിന്ന് കാസ്റ്റ് കേട്ടോ. ഇന്ന് ഞാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് ടീമുകളുണ്ട് കേട്ടോ. നമ്മളാണെങ്കിൽ നമ്മുടെ ജെയ്സൺ ബ്രോഡോടെയും അതുപോലെ നമ്മുടെ ജിവിൻ ബ്രോഡോടെ വന്നിരിക്കുന്നത് കേട്ടോ. അവരുടെ ബോട്ടാണ് ഇവിടെ. ഒരു 7 സീറ്റർ വരുന്നൊരു ബോട്ടാണ്. നമ്മളിതേലും തകർക്കാൻ വേണ്ടി വന്ന കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ സച്ചിയുണ്ട്. സച്ചിയോടെ വെള്ളത്തിൽ നിന്ന് കാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു സ്ഥലം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. നല്ലൊരു അടിപൊളി വ്യൂ കേട്ടോ. കാര്യം ഇവിടെ ഫുള്ള് മണലാണ്. അതുപോലെ തന്നെ ഇതിനിടയ്ക്കിടെ ചെറിയ ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ ചേർമീനെ വാഹ അങ്ങനെയുള്ള മീനുകളൊക്കെ കയറി നിൽക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്കാണെങ്കിൽ ഫാമിലി ആയിട്ട് ഒരു ഫിഷിംഗ് ട്രിപ്പിനൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ കൂട്ടുകാരെ കൂടിയിട്ട് ഒരു 5-6 പേർക്ക് പോലെ 4 പേര് ഓക്കെ ഫിഷിങ്ങിനൊക്കെ വരുവാണെങ്കിൽ 4 പേർക്ക് തകർക്കാൻ പറ്റിയൊരു ബോട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നമ്പറും കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തേക്കാം. കാര്യം നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. കാര്യം വന്ന ഒരു ദിവസം ശരിക്കും എക്സ്പ്ലോർ ചെയ്യുക. അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇവർ അറേഞ്ച് സെറ്റ് ആക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ഒരു അടിപൊളി ഒരു ദിവസം ഇവിടെ അടിച്ചു പൊളിക്കാം. നിങ്ങൾ ഈ വ്യൂ ഉണ്ടോ, ഇവിടെ ഫുള്ള് കാടാണ്, അതുപോലെ തന്നെ ആറാണ് കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ ചെമ്പല്ലി അതുപോലെ മീനുകളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് കയറി പോകാം. വെള്ളത്തിൽ ബോട്ടിൽ കയറി പോയിട്ട് നമുക്ക് വെള്ളം എപ്പോഴും പറയുന്നത്. കാര്യം വെള്ളത്തിൽ നമ്മൾ എപ്പോഴും പോയേക്കുന്നത്. അപ്പോൾ നമുക്ക് ബോട്ടിൽ കയറി പോയിട്ട് മോട്ടുള്ള അടിപൊളി വ്യൂസ് കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന മീനെ കാണിക്കാം കേട്ടോ. ഓക്കെ സച്ചി കയറി കേട്ടോ. ഓക്കെ സച്ചി കയറിയിട്ടുണ്ട്. ഓക്കെ അത് ചാടി കയറിക്കോ. വിഷയമില്ല. അത്ര സിവിലൈസേഷനാണോ ഗൈസ്? നോക്കിക്കോണം. ഇവിടെ എവിടാന്നോ ഒരു 3-4 പേരും കൂടി ചവിട്ടി കയറി ആണല്ലേ. അപ്പൊ നിങ്ങൾക്ക് ആൾക്കാരെ കൊണ്ടുവന്ന സേഫ് ആണ്. അതുപോലെ തന്നെ ലൈഫ് ജാക്കറ്റ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. പിന്നല്ല നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് എന്താണെങ്കിലും ഒരു കുഴപ്പം വരത്തില്ല. ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളത്തിൽ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതായിട്ട് നീന്താൻ അറിയാവുന്ന ടീംസാണ് വരെല്ലാം. പിന്നെ വേറെ കാര്യം കൂടി പറയാനുണ്ട്. ഇതിനകത്ത് ഈ നമുക്ക് ബോട്ട് നമുക്ക് ഇറക്കാനുള്ള എല്ലാ പെർമിഷനും ഉണ്ടല്ലേ. മദ്യപാനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡിങ് അല്ലേ, പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഓക്കെ അപ്പോൾ ഫിഷിങ്ങിന് വരാവുന്നവർക്ക് അടിച്ചു പൊളിക്കാം. നമുക്ക് ഇവിടുന്ന് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പറക്കാം കേട്ടോ. ഓക്കെ മണലേ കയറി കഴിഞ്ഞപ്പോഴേ ബോട്ടിൻ്റെ അടിവശം മണലായിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ തള്ളി പതുക്കെ വെളിയോട്ട് ഇറക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത്രേ ഉള്ളൂ, സൗണ്ടൊന്നും ഇല്ല. കിളിക്കുഞ്ഞ് പോകുന്നതായിരിക്കും. ബോട്ടിൻ്റെ ഏറ്റവും എന്താ വെച്ചാൽ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കാസ്റ്റ് നോക്കാം. ഞാൻ ബോട്ടിൻ്റെ ഏറ്റവും ഫ്രണ്ടാണ് നിൽക്കുന്നത് കേട്ടോ. ചേട്ടാ ഫ്രണ്ടിലോട്ട് കയറാന്നാ പറയുന്നത്. അയ്യോ കാലേ വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ ബെസ്റ്റ് ബൈറ്റ് ഇപ്പോൾ കാസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ബെസ്റ്റ് ബൈറ്റിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകമാണ്. ഈ തായ്ലാൻഡിലുള്ളവരൊക്കെ ഉണ്ടല്ലോ, കാണിച്ചു കൊടുത്തോളൂ. തായ്ലാൻഡിലുള്ളവരെല്ലാം ഈ സാധനം യൂസ് ചെയ്യുന്നത്. വാഹ അങ്ങനെയുള്ള മീനൊക്കെ പിടിക്കാനായിട്ട് കേട്ടോ. ഒരാഴ്ച പൊളിയായിരിക്കും അല്ലേ ഇപ്പോൾ? അതെ അതെ കൂടുതല. എന്തായാലും പൊളി കേട്ടോ. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ബോണിൻ്റെ വോയേജ് റോഡും ഷിമാന കൊറോഡ DC 201 കേട്ടോ. എന്തൊക്കെയാണ് അടിപൊളി ഒരു കോംബോ ആണ് നമ്മുടെ ജിവിൻ ബ്രോഡ് കേട്ടോ. നിങ്ങൾക്ക് ഈ DC-യുടെ സൗണ്ട് കേൾക്കണോ? കണ്ടാ നല്ല സൗണ്ടാണ്. കൂടെ ഒരു മീനോട് അടിച്ചാൽ പൊളിയായിരിക്കും. ആദ്യം അവിടെ നിന്ന് ഈ വരവ് നടന്നിട്ടില്ല. അടിച്ചു. യെസ് ഫിഷ് ഓൺ. എൻ്റെ മോനെ നല്ല മീനാട്ടോ. എൻ്റെ മോനെ പോയോടെ.
അടിപൊളി. അച്ഛൻ വീഡിയോ ആണോ നോക്കിടാ? യെസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതേ നമ്മുടെ ടീമുകളായിട്ട് വന്നിട്ട് ഫസ്റ്റ് മീൻ. ഓ ഇതൊന്ന് മീൻ പിടിക്കാൻ പൊളിയാട്ടോ. നല്ല വായല്ലോടാ. നീ ഇത്തിരി വല തിരിച്ചു. ആ കരിയോ ഇല്ല കേട്ടില്ല. കയറിയില്ലേ? കയറിയോ പൊക്കിയോ. എൻ്റെ മോൻ എന്നെ പോയത് 2 കിലോ ഉണ്ട് കേട്ടോ. ഞാൻ കൃത്യമായിട്ട് മീനെ കാണിച്ചിരാം. കാര്യം നല്ല രീതിക്ക് വെട്ടമൊക്കെ വീഴുവന്ന് കഴിഞ്ഞപ്പോൾ അതെ നമ്മുടെ ബസ് ബൈറ്റ് കേട്ടോ. ബസ് ബൈറ്റിൽ നമുക്ക് അടിച്ചേക്കുന്ന മീൻ തീര് സാധനം കേട്ടോ. ഓക്കെ, എൻ്റെ മോൻ നല്ല തീറ്റയൊക്കെ നല്ല സെറ്റായിട്ട് നിൽക്കുന്ന വാഹനം നമുക്ക് കിട്ടിയേക്കുന്നേ. അതെ കൈകൊണ്ട് പോരല്ലേ, പണിയുണ്ട്. പ്ലെയർ ആണോ? എൻ്റെ ബാഗിലുണ്ട് ദേ. വന്നോ? ഓക്കെ. അപ്പോൾ അതേ നമ്മുടെ ഇതിലാണ് നമുക്ക് കിട്ടിയത് നമ്മുടെ ബസ് ബൈറ്റിൽ കേട്ടോ. നല്ല അടിപൊളി ചിലങ്ക പോലെ സൗണ്ട് വരുന്ന സാധനം കേട്ടോ. ചുമ്മാ ഞാൻ കാണിച്ചു തരാം എൻ്റെ ആക്ഷൻ നോക്കണം കേട്ടോ. സെറ്റ് സാധനം. ഓക്കെ, നമുക്ക് റോഡ് ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ചിട്ട് നമുക്ക് മീൻ കിട്ടിയേക്കുന്നുണ്ടോ. വോയേജും അതുപോലെ നമ്മുടെ ഡീസി കേട്ടോ, കുറാടോ. ഓക്കെ, നമ്മുടെ ജേസൺ ചേട്ടൻ്റെ അല്ലേ മീൻ ഇരിക്കുന്നത് കേട്ടോ. ഓ നല്ല മീനല്ലേ, അതുപോലെ ഉരുണ്ട് പോലെ സെറ്റ് ആയിട്ടുള്ള നല്ലൊരു വാഹ. അതെ ഉറപ്പായിട്ടും കാണോ അല്ലേ? ഇതേ കാണോ? ആഹാ ഇതല്ലേ? ആ ഓക്കെ. എത്രയുണ്ട്? 2,400? 2,500 ഉണ്ട് കേട്ടോ. നല്ല മുതലൊരു വാഹ നമുക്ക് കിട്ടിയത്. നല്ല കറുത്തുണ്ടല്ലോ, മണൽ വാഹയാണ്. സത്യം പറഞ്ഞാൽ കളറൊന്നും മാറിയിട്ടില്ല. നല്ലൊരു മണൽ വാഹയുടെ ഹെഡ് സൈസ് ഒക്കെ ഉണ്ടോ, നല്ല ഹെവി ഹെഡ് സൈസാണ് ഇതുണ്ടോ. നല്ല മുതൽ സാധനം. വള്ളത്തിൽ നിന്ന് കാണിക്കാൻ ചില പാടാണ്. മീനൊക്കെ അടിച്ച് കഴിയുമ്പോൾ പക്കയാണോ നമുക്ക് ഇതിൽ നിന്ന് പിടിക്കാൻ കേട്ടോ. ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഫിഷിങ്ങിനൊക്കെ വരാൻ പൊളി സാധനം ഇതിൽ. അപ്പോൾ ഇതേ നമ്മുടെ വാഹനം കണ്ടോ, ഒരു പ്രത്യേക വാഹയാണ്. ഇതേ ലെങ്ത് നോക്കിയേ, നല്ല ലെങ്ത് ഉണ്ട്. ഏകദേശം ഒരു എൻ്റെ ലെങ്ത് ഇവിടെ നിന്ന് ഇവിടം വരെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. ഫിൻസൊക്കെ ഉണ്ടോ, നല്ല സെറ്റായിട്ട് ഇങ്ങനെ പിടിച്ച ഉടനെ ആയാലും വാഹനം കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ വാഹനം വളർത്താൻ വരുന്നത്. കാര്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ബോട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാനൊക്കെ വലിയ പാടാണ്. അപ്പോൾ ജീവനോടെ കിട്ടുക എന്ന് പറഞ്ഞ ടാസ്ക്കാണ് കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണെങ്കിലും നമുക്ക് അടുത്ത കാസ്റ്റിംഗിലേക്ക് പോകും. എന്താണ് കിട്ടിയ മീൻ പൊളിച്ചിട്ടുണ്ട്. എങ്ങനെ ഉഷാറായില്ലേ? അടി മാരക അടിയായിരുന്നു അല്ലേ? കായുന്നില്ലെന്നേ പറഞ്ഞൊക്കെ പോയത്. പൊളി സാധനം. മഴക്കാറായിരുന്നു കേട്ടോ. ഇന്ന് മഴ പെയ്യാൻ വരെ ചാൻസ് ഉണ്ട്. അയ്യോ എന്നാ സൈസ് ഓണ്ടോ എൻ്റെ പൊന്നടോ. വാഹയത് പറഞ്ഞു കഴിഞ്ഞ ഒരു 3-4 കിലോ ഉണ്ടല്ലോ വരണം. പോരെ നല്ല സെറ്റായിട്ട് നമ്മളിത് അടുത്ത സ്പോട്ടിലോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല പറപ്പിച്ചാണ് പോകുന്നത് കേട്ടോ. എല്ലാവരും വൈബായിട്ടിരിക്കുകയാണ്. പോകുന്നുണ്ടോ? നല്ല വെയിലൊക്കെ ആയിട്ട് നമ്മളാണെങ്കിൽ മുകളിൽ ഇതിട്ടുണ്ടോ മിനി കൂപ്പറിൻ്റെ പോലെ സാധനം. നിങ്ങൾ തന്നെ പറയുന്നത് മിനി കൂപ്പറോ? നല്ല അതെ നല്ല അടിപൊളിയാട്ടോ. വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ പക്ക വ്യൂ. അതുപോലെ തന്നെ യാത്രാ കംഫോർട്ടും കാര്യങ്ങളൊക്കെ പക്ക കേട്ടോ. അടിപൊളി. വെയിൽ പഠിക്കുന്നില്ല, ഒന്നുമില്ല, സെറ്റാണ് കേട്ടോ. സച്ചേ നേരത്തെ ഉണ്ടായിരുന്നു. അടിച്ചറോ, പക്ഷെ എന്നാ മീനെ നിർത്തില്ല. ചെറിയ വാഹക്കുഞ്ഞ വളർത്താൻ പറ്റുന്നു. വാഹക്കുഞ്ഞാണോ? അത് പോട്ടെ, വളർത്താൻ പറ്റിയ സൈസായിരുന്നല്ലേ, എടുക്കാന്നല്ലേ? ഈ ബോക്സിനോട് അങ്ങനെ ആ ബോക്സിനോട് അങ്ങോട്ട് കാത്തി. അപ്പോൾ ഓക്കെ. ഈ പൈപ്പിനോടെ മീനുകൾ പഠിക്കും. ഈ പൈപ്പിനോട് ചിലപ്പോൾ ഓണ്ടോ വാഹയുടെ കുഞ്ഞുങ്ങൾ അടിച്ചുകൊണ്ടോ. ഇത് കണ്ടോ വളർത്താൻ പറ്റുന്നത് അതിൻ്റെ പള്ളക്ക് കയറിയെന്നേ. ഗൈസ് നമുക്ക് ഇതിനുണ്ടല്ലോ, നമ്മൾ വന്നപ്പോൾ നമ്മുടെ ഹസ്കി ജെർക്കിൽ ഒരു വാഹക്കുഞ്ഞ് അടിച്ചിട്ടുണ്ടോ. അതിൻ്റെ കളർ കണ്ടോ? എന്നോ അല്ല ഇത് കണ്ടോ. പതുക്കെ റിലീസ് ചെയ്യാം. എടുത്തിട്ട് ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ, റിലീസ് ചെയ്യണോ അവനെ? എൻ്റെ പൊന്ന അവൻ്റെ ഗതികേടേ. ആ പറഞ്ഞേ വെറൈറ്റി. കുറച്ചേരം നിർത്തിയിട്ടല്ലോ.
എന്താ ഒരു വ്യൂ. ഡോണ്ട് വെറി, നല്ല വീതിയുള്ള സ്ഥലമാണ്. അതൊന്നും നോക്കാനില്ല. ആ മൂലക്ക് ഞാൻ ഉടക്കിണ്ടാവേ. അപ്പൊ ഞാനൊരു ബോട്ട് ഡ്രൈവറോടെ ഗൈസ്. അതെ അതെ അതെ, സെറ്റ് സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. കാർ ഓടിക്കുന്നത് തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. അതാ പറഞ്ഞേ, വേറെ ഒന്നുമില്ല, ഹാൻഡ് ബാലൻസ് മാത്രമേ. അതാ പറഞ്ഞേ, ഇതിപ്പോ ഇങ്ങനെ വിശാലമായി കിടക്കുന്നതുകൊണ്ട് എങ്ങോട്ട് വേണേലും പോവാം. അതുകൊണ്ടാണ് ഞാൻ ഓടിക്കുന്നത്. ഇങ്ങനെ പരന്ന് കിടക്കുക, എങ്ങോട്ട് പോയാലും ഇടിക്കത്തില്ല. വൻ പൈപ്പ് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മളിപ്പോ എങ്ങോട്ടാ പോകണ്ടേ? തിരിച്ചു പോവാം, അല്ലെങ്കിൽ അവിടെ ഒരു ഇത് നിറച്ചു പാറക്കട്ടെ ആണല്ലേ? ആ എനിക്കറിയാം. പക്ഷെ അവിടെ നോക്കിയിട്ടൊന്നും പോണം, അല്ലെങ്കിൽ അവിടെ പാറയിൽ ഇതുവഴി പോകണം അല്ലേ? ഇടി വെട്ടുന്ന സൗണ്ട് കേട്ടോ, ആകാശം ഫുള്ള് ഇരുണ്ട് കേട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പം നല്ല ഒരു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മളാളെ ഇവിടുന്ന് തിരിച്ച് കയറി പോവാണ് ഇന്ന്. ഓക്കെ, ഇന്നത്തെ ഞങ്ങൾ വേട്ടയെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇന്ന് ഒരു മീനെ കിട്ടുള്ളൂ. പിന്നെ കുറച്ച് സ്ട്രൈക്കിംഗ് ആളെ കിട്ടിയായിരുന്നു, പക്ഷേ നമുക്ക് മീനൊന്നും കയറില്ല. എങ്കിലും നമ്മൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്നിട്ട് പൊളിക്കുന്നുണ്ട് കേട്ടോ, അല്ലേ? സെറ്റല്ലേ? എന്തായാലും ഇതെല്ലാം റൈഡിങ് ഉണ്ടല്ലോ, പക്ക സെറ്റ്. ഞാനായാലും ബോട്ടൊക്കെ ഓടിച്ച് എന്തൊക്കെയാണ് വമ്പ സെറ്റപ്പാടോ, ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ നമുക്കാണ് ഇന്ന് ഇവിടുത്തെ പരിപാടി നമുക്ക് നിർത്തിയിട്ട് പോകാം. അവിടെ കിടന്ന് വാഹയുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ട്, ആ കുഞ്ഞുങ്ങൾ ഭയങ്കര സ്ട്രൈക്ക് ആയിട്ടല്ലോ ഓർന്നിട്ട് നമ്മൾ പിടിക്കുന്നു തിരിച്ചു വിടുന്നു. അതാണ് പരിപാടി. ഒരുപാട് അടിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതേ ഇപ്പോൾ ഒരു പാലത്തിനടിക്കൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ സെയിം ബോർഡ് തന്നെ വന്നേക്കുന്നത്. നമ്മുടെ ജിബി ചേട്ടനുണ്ട്, പിന്നെ നമ്മുടെ ജേസി ചേട്ടനുണ്ട്, പിന്നെ എൻ്റെ അടുത്ത് അഖിൽ വന്നിട്ടുണ്ടോ. ഞങ്ങൾ 4 പേരുടെ കൂടിയിട്ട് പിന്നെ ഇറങ്ങിയേക്കോ നമ്മുടെ ബോട്ടിൽ, സെയിം ബോർഡ് തന്നെ. നമ്മളാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇന്നലെ വന്നപ്പോൾ നമുക്ക് ഒത്തിരി വലുതായിട്ട് മീൻ കിട്ടില്ല. കാര്യം പറഞ്ഞാൽ ഇന്നലെ എന്തോ വാട്ടർ കണ്ടീഷനൊക്കെ ഭയങ്കര മടുപ്പായിരുന്നു. അതുപോലെ തന്നെ ഫിഷ് ആക്ടിവിറ്റീസ് ആയാലൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്ന് വേറൊരു സ്പോട്ട് ചെയ്തേക്കും, അടിപൊളി ഒരു സ്പോട്ടാണ് പറഞ്ഞാൽ, ഭയങ്കര വൈബാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു സമയം ഏകദേശം ഉച്ച സമയം, പക്ഷേ ഭയങ്കരമായിട്ട് ഇരുണ്ട് നിൽക്കും കേട്ടോ. ഭയങ്കര മഴക്കാറാണ്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മഴ പെയ്യുവാണെങ്കിൽ അതിന് മുന്നേ കയറി പോകും, അല്ലെങ്കിൽ നമ്മൾ പിന്നെയും കാസ്റ്റ് ചെയ്യും കേട്ടോ. അതൊക്കെയാണ് നമുക്ക് പതുക്കെ നോക്കാം. അതേ ജേസിനോട് നൈസായിട്ട് ട്രോൾ കൊണ്ടിരിക്കും കേട്ടോ. അഖിലാണെങ്കിൽ അതേ റോഡ് റീലൊക്കെ സെറ്റ് ആക്കിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വാഹ പിടിച്ച റോഡും റീലുമാണ് കേട്ടോ, കുറാടായും. അപ്പോൾ അഖിലാണെങ്കിൽ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഡ്രൈവർ നൈസായിട്ട് ഐസ്ക്രീം വെക്കുന്നുകൊണ്ടിരിക്കുന്നത്. നല്ല വെയിലായിരുന്നല്ലേ? ഒരുപാട് ചെറിയ ചെറിയ കണ്ടൽക്കാടുകൾ പോലുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്ക് അവിടെ എല്ലാം കവർ ചെയ്യാനുണ്ട്. നല്ല അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ്. മീൻ കിട്ടുമായിരിക്കും, പക്ഷേ ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും മിസ് ചെയ്യില്ല. കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഓപ്ഷൻ നിങ്ങൾ കിട്ടുമ്പോഴേ, അതുപോലെ ഫ്രീ ടൈം കിട്ടും, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നിങ്ങൾ പരമാവധി എൻജോയ് ചെയ്യുക. അപ്പോൾ നമ്മളാണെങ്കിൽ അങ്ങനെ വന്നേക്കും കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് പതുക്കെ കയറിപ്പോം. എടാ അടിച്ച് യെസ്, ഫിഷ് ഓൺ. ഇവൻ വരാൻ വേണ്ടി നിൽക്കുമായിരുന്നു തോന്നുന്നു ഇവിടുത്തെ മീൻ. അപ്പോൾ അതെ, നമ്മുടെ ഇന്നത്തെ ഡേ 2 നമ്മൾ വന്നിട്ട് അഖിലിന് ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട്. കാര്യം സ്ട്രൈക്കിൻ്റെ സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. ഞാൻ തിരിഞ്ഞപ്പോൾ തന്നെ മീനെ കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ നല്ല ടോപ്പ് വ്യൂ പൊളിയായിരിക്കും കേട്ടോ. ചെറുതല്ലേ? മതി, ചെറുതെങ്കിൽ ചെറുത്. അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് മീൻ. ഓ, ഓടിക്കളിക്കുവാണോ? ആ, പോട്ടെ സെറ്റ്. അപ്പം മീനെ കാണിച്ചു തരാം, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിറഞ്ഞോട്ടെ. സ്ട്രൈക്ക്, എൻ്റെ പൊന്നെ, പിന്നെ ഓടിയോടാ അടിച്ചത്. എൻ്റെ പൊന്നെ, നമ്മുടെ സീമാൻ്റെ ഗോഡ് റോഡ്സിലാണ് നിറഞ്ഞേക്കുന്നത്. ഗോഡ് റോഡ്സിൽ അടിച്ചേക്കുന്ന കാര്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ഏരിയ കവർ ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് മീനെ ഊരിനൊന്നും കാണിക്കുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന്, അയ്യോ ഇത് കുഞ്ഞതാ, അതാ അവര് കിട്ടാഞ്ഞത്. അവര് കിട്ടുന്നില്ലടാ. അയ്യോ, മിണ്ടാന്ന് അരക്കിക്കൊണ്ടിരിക്കും. അയ്യോ,
വന്നോ എടാ നീല വാടാ എന്നാ പോയാണത് എൻ്റെ പൊന്ന്. നമ്മൾ ഫസ്റ്റ് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മളാണെങ്കിൽ ജസ്റ്റ് ട്രോൾ ഇടാൻ വേണ്ടി പോകണം. നമ്മൾ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ ജസ്റ്റ് ഒന്ന് ട്രോൾ ഇട്ട് നോക്കും കേട്ടോ. ഒത്തിരി ലെങ്ത് ഇടുന്നില്ല, ഒരു 10-30 മീറ്റർ ഉള്ളു. കാര്യം ഭയങ്കര ഡെപ്ത് കുറഞ്ഞ സ്ഥലം ഇവിടെയൊക്കെ, അവിടെയൊക്കെ പാറയാണ്. അപ്പം ഇങ്ങനെ പോകുന്ന വഴിക്കിൽ അപ്പം മീൻ അടിക്കും. ഉണ്ടാ കളഞ്ഞു നൂറ ഗൈസ്. ഫിഷ് ഓൺ. ഇല്ല യെസ്, ഫിഷ് ഓൺ. നല്ല മീനാട്ടോ. ഒന്നെങ്കിൽ വാള അല്ല കാളാഞ്ചി. ഇല്ല വലിയ കാളാഞ്ചി പൊങ്ങത്തില്ല ഗൈസ്. ഫിഷ് ഓൺ ഗൈസ്. നല്ലൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. മീൻ വീഡിയോ ആണോടാ? പൊങ്ങുന്നില്ലോടാ. ഗൈസ് മീൻ അടിച്ചിട്ടുണ്ട്. എന്നാടോ വാളയാണോ? കണ്ടോ? പക്ഷെ നല്ല പിടുത്തുണ്ട് കേട്ടോ. വലിയ മീനുണ്ടോ? നല്ല ഓട്ടം ഓടി കേട്ടോ. ലിപ്പിട്ടോ വലക്കാത്ത ഇതിനാണ് മീൻ മിസ്സാവുക എന്ന് പറയുന്നത്. ചൂണ്ടനാട്ടി പോകുന്നവർക്ക് സ്വാഭാവികം. നമുക്ക് മീൻ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് മിസ്സാവാറുണ്ട്, ലൈൻ ബ്രേക്കായി പോകാറുണ്ട്. പക്ഷേ നമ്മുടെ കൺമുൻപിൽ വന്ന ഇത്രയും വലിയൊരു മീൻ മിസ്സായി പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ നോക്കിയാൽ മതി, നമ്മുടെ മീനാണ് അടുത്തെത്തിയ മീനായിരുന്നു. അതിൻ്റെ വായിലിരുന്ന ലൂറ് നമ്മുടെ ലാൻഡിൽ കയറി ഉടക്കി. പിന്നെ മീൻ ലൂസായി, പിന്നെ മീൻ അങ്ങ് മിസ്സായി പോയി. എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും വലിയ നാടൻ വാളയാണ് അത്. ഏകദേശം ഒരു 6-7 കിലോ എങ്കിലും വലിപ്പം വരും. അതിന് മണ്ട ചിലപ്പോൾ കാണാൻ വഴിയുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ആരും ഒരു വകയും മിണ്ടാതെ ബോട്ടിൽ ഭയങ്കര വിഷമമായിട്ട് ഭയങ്കര ഡിപ്രസ് ആയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കരയ്ക്ക് കയറി കുറച്ച് നേരം കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ മേടിക്കാൻ വേണ്ടി പിന്നെ നമ്മുടെ കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടപ്പോൾ നമ്മളൊന്ന് പഴയ പോലെ ആയത്. അപ്പൊ നമ്മളാണെങ്കിൽ കാസ്റ്റിംഗ് സമയത്ത് നമ്മുടെ കുറച്ച് കുട്ടി പിള്ളേരെ കണ്ടു കേട്ടോ. എല്ലാവരും ഹായ് എടുത്തോ. എല്ലാവരുടെ പേരൊക്കെ പറ. അമല്. നിന്റെ പേരെടാ? ബ്രോയുടെ എന്റെയോ? അർജുൻ. ബാക്കി ഓക്കെ. അപ്പൊ നമ്മള് വെള്ളം മേടിക്കാണ്ട് ഇപ്പൊ കണ്ടുമുട്ടും കേട്ടോ നമ്മുടെ പിള്ളേരെ കേട്ടോ. അപ്പൊ അവന്മാര് ഇട്ട് നമ്മള് കുറച്ചു നേരം സംസാരിച്ച് നമ്മളിനി പോവാണ്. അടുത്ത വാവരെല്ലാം കൊണ്ടുപോയോ? നമുക്ക് നമുക്ക് കിട്ടിയ മീനെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അവരുടെ കരയൊക്കെ വേണ്ടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിന് ഒത്തിരി സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ഓക്കെ, നമുക്ക് അതിലും വെള്ളത്തിൽ കയറാം. ഭയങ്കര വെയിലായിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെള്ളമൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം ദേ കപ്പ നീ കളഞ്ഞു കേട്ടോ. നീ അപ്പൊ നമ്മളാണെങ്കിൽ കുറച്ച് കഴിക്കാനൊക്കെ സാധനം മേടിച്ചിട്ടുണ്ട്. പഴയ എടുത്ത് കഴിക്കടാ. എടുത്ത് കഴിക്കേ വേണ്ട അതിനടാ. ഇത് കഴിക്കുന്നുണ്ടോ? കഴിക്കടാ. എല്ലാവരും എടുക്ക്. അത് താന്നു പോകത്തില്ല, പൊങ്ങി വന്നോളൂ അല്ലേ? നമ്മുടെ ഒരു പെപ്സി ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു തണ്ണിമത്തം കഴിക്കാം. നല്ല മധുരം ഉണ്ടല്ലോ ഇതിന്. താന്നു പോയ സാധനം അല്ല തുറന്നു നോക്കിയായിരുന്നു. എന്തോ വേണ്ടോ? എടുത്തോളാം. പിന്നെ കുറച്ച് പഴമുണ്ട്, അതുപോലെ തന്നെ ഡേയ്സ് ഉണ്ട്, പെപ്സി ഉണ്ട്. ഒരു പെപ്സി ആയിട്ട് പോയിട്ടുണ്ട്, എടുക്കണം. നല്ലതാണ്. നല്ല അടിച്ചുണ്ടല്ലേ? നല്ല
ഒരു രതീഷ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണല്ലോ. അപ്പോൾ നമുക്ക് നൈസായിട്ട് കഴിച്ചിട്ട് പതുക്കെ ഇറങ്ങണം. നല്ല തണലുണ്ട് കേട്ടോ, നല്ല പീസ്ഫുള്ളാണ്. നമ്മൾ പിള്ളേരായിട്ട് അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, ഫോട്ടോയോ? നമുക്ക് ഇതെല്ലാം കഴിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് മാറാം. യെസ്, ഫിഷ് ഓൺ. വലുതാണോ? ഹെവിയാണോ? അപ്പോൾ അതേ നമ്മുടെ അഖിലിനൊരു മീൻ അടിച്ചിട്ടുണ്ട്. റീലൊന്നും കറിയുന്നുണ്ട്. നല്ല മീനാണല്ലോ, ഇറങ്ങി നല്ല സ്ട്രൈക്ക് വന്നല്ലേ. എനിക്ക് സ്ട്രൈക്ക് ഉണ്ടെന്ന് തോന്നുന്നു വീഡിയോക്കകത്ത്. പണ്ടാരം തിരിച്ച് കയറി. യെസ്, അപ്പോൾ ഇന്നത്തെ ഓടോ നല്ല മീനോടാ. ഇത് പിടിച്ച് അല്ല വലയും എടുത്ത് പെട്ടെന്ന് ഓ ഹെവി ഒന്നും അല്ലടാ. ഹെവി ഒന്നും അല്ലോ, ഞാൻ വിചാരിച്ചു ഹെവി മീനാണ്. അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ മീൻ അടിച്ചിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ് അടിയായി പോയിട്ടോ. കാര്യം പറഞ്ഞാൽ നമ്മൾ ട്രോളിങ് ഇട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ട്രോളിങ് ഇട്ടുന്ന സമയത്ത് അഖിൽ ചുമ്മാ സൈലോട് എടുത്ത് എറിയട്ടെന്ന് പറഞ്ഞ് എടുത്തെറിഞ്ഞാണ്. അന്നേരം കയറി ഒരു മീൻ അടിച്ചു കേട്ടോ. ഇത് നമ്മുടെ ഗോട്ടോട്സിൽ അടിച്ചേക്കുന്നത്. അതെ 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 അതെ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വാള അടിച്ചു പോയി കഴിഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര സാഡായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ എറിയുന്ന പോലില്ലായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് അടിച്ചാണ് വാള. പക്ഷെ അത് മിസ്സായിപ്പോൾ തന്നെ സംഭവിച്ചാൽ കാര്യം ആ കോരുവലയ്ക്കകത്ത് കയറി ഹുക്ക് ഉടക്കി നൈസായിട്ട് പോകാൻ കേട്ടോ. അപ്പം പിന്നെ നമുക്ക് വീഡിയോ പോലും എടുക്കാൻ പറ്റില്ല, അത്രയും സാഡായിപ്പോയി. പൊളി താടിയെ കൂടെ കയറി കറക്റ്റ് പോവാം, കുഴപ്പമില്ലടാ. ഒരു 1.5 അല്ലടാ. കാര്യം പറഞ്ഞാൽ ഇരുട്ടാണ്, നല്ല മഴക്കാറ്. ഇപ്പോൾ ഹ്യൂമിഡിറ്റി കയറി നിൽക്കുകയാണ്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് ഇപ്പം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അടിച്ചു കേട്ടോ. ഓക്കെ, ഈ ഗോട്ടോട്സ് ഇരിക്കണം കേട്ടോ, സീമാൻ ഗോട്ടോട്സ്. നമ്മൾ വാഹ പിടിക്കാണ്ട് ഏത് സമയം ഉപയോഗിക്കുന്ന സാധനം കേട്ടോ. വേറെ ഒന്നുമല്ല, അത്രയും ക്വാളിറ്റിയാണ്. എത്ര എല്ലാവരും ചിലർ പറയും കേട്ടോ ഈ സാധനം മീൻ അടിച്ചാൽ കീറി പോകുന്നുണ്ട്. അതെ, 150 എത്ര 150-160 രൂപ വില അത്രേ ഉള്ളൂ വില. കാര്യം ആ വിലയ്ക്ക് ഒരു ഗോട്ടോട്സിൽ എത്രയാണ് 3-4 മീൻ കിട്ടിയാൽ പോരാ, ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാനല്ലോ. അപ്പം നമുക്ക് ഇത് മീൻ പിടിക്കാൻ വേണ്ടിയുള്ള സാധനം. അപ്പം ഇത് ജീവിതകാലം കൂട്ടി വെക്കാൻ വേണ്ടിയുള്ള ഐറ്റം ഒന്നുമല്ല. 8-10 വാഹ പിടിച്ചിട്ടുണ്ട്, നശിച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ മീൻ കിട്ടുന്നുണ്ട്. നിങ്ങൾ നോക്കി, അതെ ഊരി വന്നു കേട്ടോ നമ്മുടെ സാധനം. ഇതേ നമ്മുടെ മീൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും പതുക്കെ ഇവിടുന്ന് അടുത്ത യാത്ര ചെയ്യാം. പോകുന്ന വഴിക്ക് എറിഞ്ഞ് നോക്കാം, മീൻ അടിക്കുന്ന നോക്കട്ടെ. നല്ല കാറ്റുണ്ട് ഇപ്പം. അടിച്ചായിരുന്നു. പോയി അടിച്ചു പോയി. അടിച്ചോ? ചെറിയ മീനുണ്ടോ അല്ലേ? ചെറിയ മീനുണ്ടത്. ആ ചെറിയ വറ്റയാണ്, വരാലും കുഞ്ഞാ. അല്ല തിരുതക്കുഞ്ഞോ വാഹ കുഞ്ഞാണ്ട. മഞ്ഞക്കൂരിയോ മുരശോ ബാരാക്കൂട ബാരാക്കൂട. ഇത് ഏറ്റവും നമ്മുടെ ആൾക്കൊരു ശീല പഠിച്ചിട്ടുണ്ട്, ബാരാക്കൂട. അടിപൊളി. അപ്പോൾ ഇവനായിരിക്കും പുറകെ വന്ന് അടിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി സാധനം. നമ്മുടെ ലൂർന്ന് പറഞ്ഞാൽ ഓൾ ബ്ലൂവിൻ്റെ ജെക്കോ കേട്ടോ, സെറ്റ്. ഓക്കെ, ജീവിതത്തിൽ ആദ്യത്തെ ബാരാക്കൂട. ഗൈസ്, നമ്മളിപ്പോൾ ഉണ്ടല്ലോ ഒരു പാലത്തിൻ്റെ അടിക്കൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾ നോക്കി, നല്ല ഭംഗിയുണ്ടല്ലേ. ഭയങ്കര മഴക്കാറും എല്ലാം കൂടെ നിൽക്കൊണ്ട് ഭയങ്കര വൈബാണ്. എല്ലാവരും ബോട്ടിൽ ഹാപ്പി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ. അഖിലാണെങ്കിൽ റോഡ് റീലൊക്കെ എടുത്ത് മാറ്റി എറിഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അഖിലൊന്ന് 2 വാഹ അടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്നൊക്കെ മീൻ അടിക്കാനുണ്ട്. നമ്മുടെ പാലത്തിൻ്റെ അടിച്ചും കണ്ടോ, ഇഷ്ടംപോലെ പ്രാവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്നില്ലൊന്ന്, തേനീച്ചയുടെ കൂടെയൊക്കെ ഉണ്ട്. അതെ, അപ്പോൾ അതെ ഇവിടെ നിന്നൊക്കെ ഉണ്ടല്ലോ മീനൊക്കെ അടിക്കാൻ ഭയങ്കര ചാൻസാണ്. കര കയറി മീൻ നിൽക്കും. ഇങ്ങോട്ട് വരില്ലടാ, എന്റെ പൊന്നടാ. നമ്മുടെ പിള്ളേരെല്ലാം വെള്ളത്തിൽ ചാടിയുണ്ടോ നമ്മളെ കണ്ടോണ്ട്. പൊപ്പലുണ്ടേ, എഞ്ചിനുണ്ടേ, കേറല്ലേ. അതെ കേറിപ്പോക്കോ. ഓ, നമ്മുടെ പിള്ളേർ നമ്മളെ കണ്ടപ്പോൾ ഉള്ള കലാപരിപാടികളുണ്ടോ? എന്തോ പെട്ടെന്നടി ഞങ്ങള് പോവാ. അടിക്കുവാണേ പെട്ടെന്നടി. ആ പോട്ടെ.
പാവം പിള്ളേര്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ അവർ കേട്ടോ. തകർത്ത് വന്നിരിക്കുക. അടിപൊളി. നമ്മളാണെങ്കിൽ പോയ വഴി നമ്മുടെ പിള്ളേരെ പിന്നെയും കണ്ടോ. അവന്മാരടക്കം തകർത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ ബൈ. അയ്യോ ഒരു കാട്ടിൽ പോയി നമ്മൾ കയറും ഗൈസ്. കേട്ടോ നല്ല അടിപൊളി ഒരു സ്ഥലം കേട്ടോ. ഒന്നും പറയില്ല. ഇവരാണെങ്കിൽ നല്ല സൈലൻ്റ് ഒന്നും മിണ്ടാന്ന് എറിഞ്ഞുകൊണ്ടിരിക്കണം. കാര്യം ഞാനാണെങ്കിൽ ഒന്നും മിണ്ടാന്ന് നിൽക്കുവാണെങ്കിൽ നിങ്ങൾ ശബ്ദം കേട്ടോണേ. ഉണ്ടോ ഒരു സൗണ്ടിൽ ഒന്നുമില്ല. ഭയങ്കര പീസ്ഫുൾ ആട്ടോ. അതായത് മൊത്തം മരങ്ങളും അതുപോലെ പരുത്തിക്കാടൊക്കെയാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ നമ്മൾ ടോപ്പ് ആട്ടുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ബില്ലിഗോട്ട് ഗോട്ടോട്സ് കേട്ടോ. നമ്മളാണെങ്കിൽ ഇന്നലെ വന്നപ്പോഴും സെയിം പരിപാടിക്ക് തന്നെയായിരുന്നു. പക്ഷേ ഇവിടെയാണെങ്കിൽ ഇച്ചിരി ഒരു ഹൊറർ ഫീലിംഗ് സ്ഥലം കേട്ടോ. ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാം. കാര്യം ചെറിയ ഒരു ഇടുങ്ങിയ ഒരു സ്ഥലം കേട്ടോ. നമുക്ക് ഇവിടുന്ന് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളാണെങ്കിൽ സ്കിപ്പിംഗ് ഒക്കെ ചെയ്യുന്നത് ചെറുമീൻ വാഹ ഉള്ള സാധനങ്ങളൊക്കെ അടിക്കും. രണ്ടെണ്ണം കേട്ടി ആയിക്കോട്ടെ. ആ ഓക്കെ ഓക്കെ. ഉണ്ടോടാ ഉണ്ടോടാ കുഞ്ഞാപ്പിയാണോടാ? ഓ ചെറുതാ ചെറുതാ. ഇവന് മാത്രമേ എന്താ മീനുള്ളൂ. ഞാൻ ഇനി നിങ്ങൾക്ക് മീൻ കിട്ടത്തില്ല. വരം വന്നു. അപ്പോൾ നമ്മുടെ അഖിലിനൊരു അടുത്ത വാഹ അടിച്ചിട്ടുണ്ട്. കുഞ്ഞു വാഹ കേട്ടോ. സീമാൻ ബിലി ഗോട്ട്. തല അടിച്ച് പൊളിച്ച് എന്നെ ഹുക്കപ്പാണോ നീ കൊടുത്തത്? അതെ നമുക്ക് കിട്ടിയ മീൻ കേട്ടോ. സീമാൻ ബില്ലി ഗോട്ട്. ഒരു ഒച്ചയും ബഹളവും ഒന്നുമില്ല. പക്കാ സൈലൻ്റ് ആയിട്ട് എല്ലാവരും കേട്ടോ. എൻ്റെ സെറ്റപ്പ് അല്ലേ. ഇതിനിടയ്ക്ക് പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ബോണസ് കിട്ടും കേട്ടോ. ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേണ്ടി ബോട്ട് ചെറുതായിട്ട് ഇങ്ങനെ അടുപ്പിക്കുന്നുണ്ട്. ഇതുണ്ടോ ഇത് ഈ കാണുന്ന മാവ് ഉണ്ടോ? നിറച്ചു മാങ്ങ ഉണ്ടോ അതിൽ. എന്നാ മാങ്ങ എടുത്തില്ല. കണ്ടിട്ട് പുളിയ മാങ്ങ പോലെ ഉണ്ടല്ലേ. ഇത് മറ്റേ സേലൊക്കെ പോലെ ഉണ്ട്. അതെ ഇച്ചിരി ഉപ്പും മുളക് കൊണ്ട് സെറ്റ് ആണല്ലേ. അടിപൊളി. ഞാൻ കാണിച്ചിട്ട് അതെ മാങ്ങ എടുക്കുന്നുണ്ടോ. പറിക്കണമെങ്കിൽ ഞാൻ ഇതുവഴി കയറി തുഞ്ചത്തോട്ട് പോകണം. ഇതുവഴി പോയ തെന്നി അടിച്ച് വീണാൽ ഇത് പഴുത്ത പോലെ ഉണ്ട് കണ്ടിട്ടോ. ആണല്ലേ. വീട്ടിലിഷ്ടം പോലെ മാങ്ങ ഉണ്ടായിട്ട് കണ്ടവൻ്റെ മാങ്ങ പറിച്ച് തിന്നുമ്പോൾ ഒരു പ്രത്യേക സുഖ. ഇത് കണ്ടോ നല്ല അടിപൊളി മാങ്ങ. ചെനച്ചിട്ടില്ലെന്നു അല്ലേ. ഇത് കണ്ടോ നല്ല കിണ്ണം കാച്ചി മാങ്ങ. ഇതൊരു ഒതളങ്ങിയ പോലെ ഉണ്ടല്ലോ. അതെ ജേസിയാണ്ട് ഒരു മാങ്ങ പൊട്ടിക്കും. നല്ലൊരു അടിപൊളി മാങ്ങ പറിച്ചിട്ടുണ്ടോ. നല്ല അടിപൊളി ചെനയുള്ള മാങ്ങയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് വാഷ് ചെയ്യാവേ. ഇതുണ്ടോ ജസ്റ്റ് വെള്ളത്തിലോട്ടൊന്ന് കഴുകിയ സാധനം സെറ്റാവും കേട്ടോ. അതെ ആഹാ ഒന്നാമത് പുളിയുണ്ട്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ. വിശപ്പുള്ളതുകൊണ്ട് നല്ലതായിട്ട് തിന്നാം അല്ലേ. ഇപ്പം കുറച്ച് വാഹ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വാഹയൊക്കെ കറി വെക്കാൻ വേണ്ടി നല്ല കറക്റ്റ് മാങ്ങയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതേലെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വൈബും എക്സ്പീരിയൻസ് ഒക്കെ കേട്ടോ. ഇതൊക്കെയാണ് നിങ്ങൾ വന്ന് നോക്ക്. അത് അവിടെ ഇപ്പോൾ ഒരു മെയിൻ ആക്ടിവിറ്റി ആണ് കേട്ടോ. വാഹയാണ്. നമുക്ക് ഏതായാലും പതുക്കെ കാസ്റ്റിംഗ് കൂടെ ചെയ്യാവേ. നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്ര ഇരുട്ടാണെങ്കിലും നമ്മൾ മുമ്പെങ്കിൽ എറിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. കാര്യം ഇതിനകത്തൊരു പ്രത്യേകത പറഞ്ഞുണ്ടല്ലോ, ഈ ബോട്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. കാണിച്ചു കൊടുത്താൽ റണ്ണിങ്ങിലാണ് നമ്മുടെ ബോട്ട് കേട്ടോ. ഒരു സൗണ്ടും ഇല്ല ഒന്നുമില്ല. ഭയങ്കര സൈലൻറ്റ് കേട്ടോ. ഭയങ്കരമായിട്ട് നിശബ്ദമായിട്ടിരിക്കും. നമ്മളിങ്ങനെ എറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ആ റീലിൻ്റെ DC സൗണ്ട് വരുന്നത് കേൾക്കുക. അത്രയ്ക്ക് സൈലൻ്റ് അല്ലേ. അപ്പം നമ്മളാണെങ്കിൽ ഇപ്പം ഇരുട്ടായതുകൊണ്ട് നമ്മൾ ഇന്ന് തിരിച്ച് കയറി പോയേക്കുവാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വൺ സെറ്റപ്പാണ്. ഇന്നലെയും ഇന്നും നമ്മൾ അടിപൊളിയായിട്ട് ഇതെല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ടോ. ഒരു രക്ഷയില്ല. അപ്പം അഖിലേ ഇന്നത്തെ നിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണോ? അടിപൊളി ആണല്ലേ. ഒരു രക്ഷയില്ല. ചേച്ചിയേട്ടാ പൊളിച്ചില്ലേ? അതെ അതെ ജിബിച്ചേട്ടാ അതെ. അപ്പോൾ അവരുടെ സാധനം തന്നെയാണല്ലോ. ഓക്കെ അപ്പോൾ അവിടെ ചേട്ടൻ്റെ ഹായ് വരുന്നുണ്ട്. ഹായ്. അപ്പം സത്യം പറഞ്ഞാൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ വൺ സെറ്റപ്പ് ആട്ടോ. 2 ദിവസം അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ബോട്ടിൽ തകർത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചൊക്കെ മീൻ കിട്ടി. ഒരുപാട് മീനൊന്നും കിട്ടില്ല. പക്ഷേ നമ്മൾ ഇനി ഇത് ഇഷ്ടംപോലെ മീനുകളൊക്കെ പിടിക്കും. നമ്മളാണ് ഇവിടെ തിരിച്ച് കയറി പോയിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഈ ബോട്ടിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇവരുടെയൊക്കെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിലൊക്കെ ആഡ് ചെയ്തേക്കാം. അപ്പം സ്റ്റോം ചേഴ്സേഴ്സ് എന്നാണ് ഇവരുടെ ഒരു ഇതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ബോട്ടിൻ്റെയൊക്കെ പേര്. അപ്പോൾ നിങ്ങളാണെങ്കിൽ നൈസായിട്ട് വിളിച്ചാൽ മതി. നിങ്ങൾക്കാണെങ്കിൽ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങാം. മൂവാറ്റുപുഴയിലോ അതുപോലെ ഇതിനകത്തുള്ള ചെറിയൊരു തുരുത്തുകളൊക്കെ കയറി കറങ്ങി സെറ്റ് ആകുക കേട്ടോ. മീനും പിടിക്കാം. ഒരു ദിവസം വൈബ് ആസ്വദിക്കാം. ഫാമിലിയായിട്ട് വരുന്നവർക്കും വരാം. എല്ലാവർക്കും വരാം കേട്ടോ. ഓക്കെ എന്താണ് നമുക്ക് കുറച്ച് മീനെ കിട്ടി. നമ്മൾ കുറച്ച് മീനെ കിട്ടി നമ്മുടെ പിള്ളേർക്ക് കൊടുത്തായിരുന്നു. നമുക്ക് ഇനി 1-2 കിട്ടിയിട്ടുണ്ട്. താഴെ ജേസൻ്റെ താഴെ കിടപ്പുണ്ട് ഇവിടെ നമ്മുടെ വാഹ കേട്ടോ. താഴെ ഇവിടെ എല്ലാം കിടപ്പുണ്ട് മീൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഓക്കെ അപ്പം നമുക്ക് വിട്ടാലോ.
അതെ, നമുക്കിനി ഏകദേശം ഇവിടെ ഒരു 2-3 കിലോമീറ്റർ കയറി ഫ്രണ്ടോട്ട് പോകാനുണ്ട്. 3 അല്ലല്ലേ, അയ്യോ 2-3 മണിക്കൂർ യാത്രയുണ്ട്. അതുകൊണ്ട് നമ്മളാണെങ്കിൽ ഇരുട്ടാതിന് പറഞ്ഞാൽ വൈൻഡപ്പ് ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയേക്കാണ്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നത് ബെൽ ബട്ടൺ എവിടെയൊക്കെ എനേബിൾ വെക്കുക. നമ്മുടെ ഇന്ന് വെറൈറ്റി ആവില്ല അടിപൊളി വീഡിയോസൊക്കെ എന്തൊക്കെ നോട്ടിഫിക്കേഷൻ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഒരു അടിപൊളി വീഡിയോ കാണാം എല്ലാവരും. പോളി.